രാധാകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അത് മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല, ഈ ഗവൺമെൻറ് കയ്യിലാണ്. ആ റിപ്പോർട്ടൊന്നും കൂടെ പ്രസിദ്ധീകരിക്കുക. സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക, ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. രണ്ടാമത് സംഭവം മുത്തങ്ങ സംഭവമാണ്. എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിൽ. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിൽ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 2001 ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവഗിരിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചോട്ട് പോയി. ശ്യാം യോഗത്തിൽ, ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായാലും ഖേദോട് ഞാൻ ഖേദം കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തേത് മുത്തങ്ങ സംഭവം, അതും ഇന്നലെ പ്രാവശ്യു. മുത്തങ്ങ സംഭവം കഴിച്ചിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലെടുത്തോടെ പറയും. അദ്ദേഹം പറഞ്ഞു, അസംബ്ലി പ്രസംഗിച്ചതാണ്, JK പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ട് കരിച്ചു 10 ആദിവാസികളെ. അവിടെ എന്താ സംഭവിച്ചത്? ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ്, ഞാൻ നേതൃത്വമാണ്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ, വയനാട്ടിലെ സുഗന്ധഗിരി ഉൾപ്പെടെ, പേരാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ, മലപ്പുറത്ത്, പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, ഇതിൻ്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള അറളം ഫാം പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെൻറ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ ഫാമിൻ്റെ സ്ഥിതി അറിയത്തില്ല. ഇടുക്കി ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറി. ആ മരുഭൂമിയിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി അഹാഷ് എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാനത് തറക്കല്ലിട്ടു. ഞാൻ 3ാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുകൂടി ആ പ്രദേശമൊക്കെ ആ തരിശുഭൂമിയിൽ നല്ല അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. എന്നിട്ട് അവസാനം ആദിവാസികളെ ചുറ്റികരിച്ച ഒന്നര പ്രതിനിധിക്കേണ്ടി വന്നു. എന്താണ് സംഭവിച്ചത്? മുത്തങ്ങ ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മൃഗസംരക്ഷണത്തിൻ്റെ വന്യമൃഗങ്ങളുടെ സാങ്ച്വറിയാണ്. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അടയ്ക്കോപ്രേരണയിൽ കുറേ ആദിവാസികൾക്ക് കയറി കുടികഴിച്ചു. മാധ്യമ സുഹൃത്തുക്കളുടെ കാര്യം പറയുകയാണ്. നിങ്ങൾ പഴയ അന്നത്തെ വയനാട് ഏഷ്യൻ മാധ്യമ നോക്കണം, എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളുടെ ആദ്യത്തെ വയനാട് ഏഷ്യൻ്റെ വാർത്തകൾ നോക്കണം. അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കുടികെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ കർഷക സംഘടനകളും, എല്ലാ മാധ്യമങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളും വയനാട് ഏഷ്യൻ പത്രം അവരെ ഇറക്കിവിടണമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി, രാഷ്ട്രീയ പാർട്ടികളിൽ കുറേ മാറി. അവിടെ സംഘർഷമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടി, ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും മരിച്ചു. ഡൽഹിയിൽ നിന്ന് കുറേ ആൾക്കാർ അവിടെ വന്നു. അവരുടെ പലരുടെ നിർദ്ദേശം മനച്ചുകൊണ്ട് ഞാൻ
ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാജ്പേയി അവർക്ക് കോൺഗ്രസ് അല്ല CBI ഒരുക്കി. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിൻ്റെ വിധമുള്ള സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ചതിന് കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാണ് കുറ്റപ്പെടുത്തത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യിച്ചത്? ആ റിപ്പോർട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കുക, ജനങ്ങൾ അറിയട്ടെ. അവസാനമായ ഒരു കാര്യം, ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനത്തായി വഹിച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെൻറ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെൻറ്. UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല. മുത്തങ്ങ വന്യമൃഗസംഖ്യ വളരെ നിലപാടാണ്. അതുകൊണ്ട് UDFനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതിനുശേഷമുള്ള 15 വർഷക്കാലം VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഗവൺമെൻറ്റുകളാണ്. അവരുടെ കാലത്ത്